അരൂരിൽ UDF ബൂത്ത് ഏജന്റായി പ്രവർത്തിച്ച കോൺഗ്രസ് പ്രവർത്തകന്റെ കൃഷിയിടത്തിൽ അതിക്രമം. 1 ലക്ഷത്തോളം രൂപയുടെ നാശനഷ്ടമുണ്ടായതായി പരാതി. UDF ചെയർമാൻ സരോവരം MK കുഞ്ഞികൃഷ്ണന്റെ കൃഷിയിടത്തിലാണ് അതിക്രമം നടന്നത്. ലിഫ്റ്റ് ഇറിഗേഷന്റെ ഭാഗമായുള്ള കിണറിന്റെ ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ആൾമറ നശിപ്പിക്കുകയും ചുറ്റുമതിൽ നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കൃഷി നനയ്ക്കാൻ സ്ഥാപിച്ച മോട്ടോർ കിണറ്റിലിട്ടിട്ടുണ്ട്. പറമ്പിൽ സ്ഥാപിച്ച പൈപ്പ് നശിപ്പിക്കുകയും മീറ്റർ അടിച്ചു തകർക്കുകയും ചെയ്തതായി നാദാപുരം പോലീസിൽ പരാതി നൽകി. 2 തെങ്ങിൻ തൈകളും നശിപ്പിച്ചിട്ടുണ്ട്. പുറമേരി ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിൽ കള്ളവോട്ട് തടയാനുള്ള ശ്രമം തടഞ്ഞതിന്റെയും ബൂത്ത് ഏജന്റായി പ്രവർത്തിച്ചതിന്റെയും വൈരാഗ്യമാണിതിന് പിന്നിലെന്ന് സംശയിക്കുന്നതായി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. UDF നേതാക്കൾ സ്ഥലം സന്ദർശിച്ചു. ഇന്നലെ പോളിംഗ് ബൂത്തിൽ ഒരു കള്ളവോട്ടുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളുണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാവുന്നതാണ്. പൂർണ്ണമായും ആ വോട്ട് കള്ളവോട്ടാണ്. അത് ഇവിടെ സാധാരണ നടക്കുന്നതാണ്. ഇതൊരു പാർട്ടി ഗ്രാമം പോലെ ഈ അരൂർ എന്ന് പറഞ്ഞാൽ അതൊരു പാർട്ടി ഗ്രാമമാണ്. അവർക്കെതിരെ ആര് പറഞ്ഞാലും അവരെ വെറുതെ വിടില്ല. അപ്പോൾ ഇന്നലെ ആ സംഭവം ഉണ്ടായി. അവർ വോട്ട് ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. ഇന്ന് കാലത്ത് കാണുന്നത് കുഞ്ഞികൃഷ്ണൻ്റെ കംപ്ലീറ്റ് കൃഷിയിടവും അദ്ദേഹത്തിൻ്റെ കിണർ, കൃഷിയിടവുമായി ബന്ധപ്പെട്ട ഡ്രിപ്പ് ഇറിഗേഷൻ്റെ പ്ലംബിങ്ങും കണക്ഷനൊക്കെ ഉണ്ടായിരുന്നു. അത് എല്ലാം അടിച്ചു തകർത്തു. അതുകൂടാതെ കിണറ്റിൻ്റെ മോട്ടർ ഉണ്ടായിരുന്നു, അത് എടുത്ത് കിണറ്റിലിട്ടു. കിണറിൻ്റെ ആൾമറ കംപ്ലീറ്റ് അടിച്ചു പൊളിച്ചു. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ മതിൽ, ഇതൊക്കെ തന്നെ നശിപ്പിച്ചു. ഇങ്ങനെ ഒരു ഭയപ്പെടുത്തുന്ന, ഭീഷണിപ്പെടുത്തുന്ന പാർട്ടി ഗ്രാമത്തിൽ ആർക്കും പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്നുള്ള ഒരു നിലപാടാണ് ഇവിടെ ഉള്ളത്. എല്ലാവരും CPMനെ ഭയപ്പെട്ട് അവരുടെ അടിമയായി ജീവിക്കണം എന്നുള്ളതാണ് ഇവിടെയുള്ള CPMൻ്റെ നിലപാട്. ഇത് CPM പാർട്ടി വളരെ കൃത്യമായി നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. ക്രിമിനലുകളെ, ഗുണ്ടകളെ വളർത്തി ജനങ്ങളെ ഭയപ്പെടുത്താം എന്നുള്ളതാണ്. അതിനുള്ള പ്രതികാരം ഈ പ്രാവശ്യം ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ഉണ്ടാവും. ഈ പഞ്ചായത്ത് ഒരു കാരണവശാലും CPMനെ ഇനി ഭരിക്കാൻ സാധ്യമാകുന്ന സാഹചര്യമില്ല എന്നവർ മനസ്സിലാക്കിയപ്പോൾ UDFൻ്റെ പ്രവർത്തകന്മാരെ ഭീഷണിപ്പെടുത്തി വഴിക്ക് വരുത്താം എന്നാണ് ധരിക്കുന്നതെങ്കിൽ നടക്കില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുകൊണ്ട് അടിയന്തരമായും പോലീസ് ഈ കാര്യത്തിൽ അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടെത്തണം, അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം, നാട്ടിൽ സമാധാന ജീവിതം ഉറപ്പുവരുത്തണം. ഇങ്ങനെ ഗുണ്ടകളെ അഴിഞ്ഞാടാൻ ഒരു കാരണവശാലും അനുവദിക്കരുത്. ഇവിടെ രാഷ്ട്രീയത്തിനൊക്കെ അതീതമായി നാട്ടുകാർക്ക് സമാധാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ട ബാധ്യത പോലീസിനുണ്ട്. അധികാരികളത് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ ശക്തമായ നടപടിയുമായി, നിലപാടുമായി UDF മുന്നോട്ട് പോകും.